കടത്തുവഞ്ചി കയറാതെ ആർക്കും ആ നാട്ടിലെത്തുക സാധ്യമായിരുന്നില്ല. ആ നാട്ടിലൊരു നല്ല കടത്തുവഞ്ചിക്കാരനുമുണ്ടായിരുന്നു. ഒരിക്കലൊരു യാത്രികൻ ആദ്യമായിട്ട് ആ നാട്ടിലെത്തിയപ്പോൾ വഞ്ചിക്കാരനോട് ചോദിച്ചു, അല്ലയോ വഞ്ചിക്കാരാ, ഈ നാട്ടിലുള്ളവരൊക്കെ എങ്ങനെയുള്ളവരാണ്, സ്നേഹമുള്ളവരാണോ? വഞ്ചിക്കാരൻ തിരിച്ചു ചോദിച്ചു, സാറിൻ്റെ നാട്ടിലുള്ളവർ എങ്ങനെയുള്ളവരാ? അയാൾ പറഞ്ഞു, എൻ്റെ നാട്ടിലുള്ളവർ വളരെ സ്നേഹമുള്ളവരാണ്. ഞാനിങ്ങോട്ട് പോന്നപ്പോൾ പോലും അവർ കരഞ്ഞുകൊണ്ടാണ് എന്നെ യാത്രയാക്കിയത്. വഞ്ചിക്കാരൻ പറഞ്ഞു, സാറേ, ഈ നാട്ടിലുള്ളവർ സാറിൻ്റെ നാട്ടിലുള്ളവരെ പോലെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സ്നേഹമുള്ളവരാണ്. നാട്ടിലെത്തി തിരിച്ചു വരുമ്പോൾ വഞ്ചിക്കാരനോട് ആ യാത്രികൻ പറഞ്ഞു, താങ്കൾ ഈ നാട്ടിനെക്കുറിച്ച് പറഞ്ഞതിനേക്കാളും എത്രയധികം സ്നേഹമുള്ളവരാണ് ഈ നാട്ടിലുള്ളവർ. മറ്റൊരിക്കൽ വേറൊരു യാത്രികൻ അവിടെ എത്തി. അയാളും വഞ്ചിക്കാരനോട് ചോദിച്ചു, ഈ നാട്ടിലുള്ളവർ എങ്ങനെയുള്ളവരാണ്? വഞ്ചിക്കാരൻ ചോദിച്ചു, സാറിൻ്റെ നാട്ടിലുള്ളവർ എങ്ങനെയുള്ളവരാണ്? അയാൾ പറഞ്ഞു, എൻ്റെ നാട്ടിലുള്ളവരെ പോലെ ദുഷ്ടന്മാരായിട്ടുള്ളവർ ഈ ലോകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരിൽ നിന്നും ഞാൻ ഒരു കണക്കിന് ഓടി രക്ഷപ്പെടുകയാണ്. വഞ്ചിക്കാരൻ പറഞ്ഞു, സാറേ, സാറിൻ്റെ നാട്ടിലുള്ളവരെ പോലെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ദുഷ്ടന്മാരാണ് ഈ നാട്ടിലുള്ളവർ. തിരിച്ചു വരുന്ന വഴി ആ യാത്രികൻ വഞ്ചിക്കാരനോട് പറഞ്ഞു, അയ്യോ, ഇതിനേക്കാൾ എത്രയോ ഭേദമാണ് എൻ്റെ നാട്ടിലുള്ളവർ. പ്രിയരെ, ഒരേ നാട്ടിനെക്കുറിച്ച് രണ്ടുപേർ കണ്ട വ്യത്യസ്ത അഭിപ്രായങ്ങളാണിത്. ഇത് പറയുന്നത് നന്മയും തിന്മയും പുറത്തല്ല, അത് നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ മാത്രമേ ലോകത്തിലെ നന്മ കാണാൻ നമുക്ക് കഴിയുകയുള്ളെന്നേ. ഗോഡ് ബ്ലെസ് യു.